നമസ്കാരം. ഇറാനെതിരെയുള്ള സൈനിക നീക്കം അന്തിമഘട്ടത്തിലാണെന്നും വഴങ്ങിയില്ലെങ്കിൽ ആ രാജ്യത്തെ ശിലായുഗത്തിലേക്ക് ബോംബെറിഞ്ഞ് തകർക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. വൈറ്റ് ഹൌസിൽ നിന്നും രാജ്യത്തെ അഭിസംബോധന ചെയ്ത ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഒറ്റയടിക്ക് 5% വർദ്ധിച്ച് ബാരലിന് $106 ഇത് ലോകമെമ്പാടും ഇന്ധനവില വർധനവിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ഉടൻ അവസാനിക്കുമെന്നും അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ പൂർത്തീകരണത്തോടടുക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. അടുത്ത 2 ആഴ്ച ഇറാനെ സംബന്ധിച്ച് അതീവ നിർണായകമായിരിക്കും. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ അവരെ അതിശക്തമായി നേരിടും, അവർക്ക് അർഹമായ ശിലായുഗത്തിലേക്ക് അവരെ എത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഒരു ഉടമ്പടിക്ക് തയ്യാറാകാത്ത പക്ഷം ആക്രമണം കൂടുതൽ രൂക്ഷമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീക്കാൻ ധൈര്യമില്ലാത്തതിന് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ ട്രംപ് പരിഹസിച്ചു. ഇന്ധനം ലഭിക്കാത്തതിന് പരാതി പറയുന്ന രാജ്യങ്ങൾ നേരിട്ട് കടലിടുക്കിലേക്ക് ചെന്നത് പിടിച്ചെടുക്കണം എന്നാണ് ട്രംപിന്റെ വിചിത്രമായ നിർദ്ദേശം. എന്റെ നിർദ്ദേശം ഇതാണ്: ഒന്നെങ്കിൽ അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുക, ഞങ്ങളുടെ പക്കൽ ധാരാളമുണ്ട്, അല്ലെങ്കിൽ ആ കടലിടുക്കിലേക്ക് പോയി അത് പിടിച്ചെടുക്കുക, സ്വന്തം ആവശ്യത്തിനത് ഉപയോഗിക്കുക എന്നാണ് ട്രംപ് പറഞ്ഞത്. ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടഞ്ഞത് ആഗോള എണ്ണ വിപണിയെ വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രസംഗം വിപണിയെ ശാന്തമാക്കുന്നതിന് പകരം കൂടുതൽ ആശങ്കയിലാണ് ആഴ്ത്തിയത്. ഏഷ്യൻ വിപണികൾ പ്രസംഗത്തിന് പിന്നാലെ കൂപ്പുകുത്തി. യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിനേക്കാൾ യുദ്ധം കൂടുതൽ തീവ്രമാകുമെന്ന സൂചനയാണ് നിക്ഷേപകരെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ കടലിടുക്ക് താനെ തുറക്കുമെന്നും തുടർന്ന് ഗ്യാസ് വിലയും ഓഹരി വിപണിയും പൂർവ്വസ്ഥിതിയിലാകുമെന്നുമാണ് ട്രംപിന്റെ വാദം. അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടിരുന്നെങ്കിലും ട്രംപ് പ്രസംഗത്തിൽ നാറ്റോയെക്കുറിച്ച് പരാമർശിച്ചില്ല. എന്നാൽ സഖ്യകക്ഷികൾ ഹോർമൂസ് കടലിടുക്കിൽ പെട്രോളിങ്ങിന് സഹകരിക്കാത്തതിൽ അദ്ദേഹം നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. സഖ്യകക്ഷികൾ സഹായിച്ചില്ലെങ്കിലും ഞങ്ങൾ ലക്ഷ്യം കാണുമെന്ന ആത്മവിശ്വാസത്തിലാണ് ട്രംപ്. അമേരിക്കയിലെ ഇന്ധനവില വർധനവിന് പൂർണ്ണ ഉത്തരവാദി ഇറാൻ ഭരണകൂടമാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. സാധാരണ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഭീകരാക്രമണമാണ് വില വർധനവിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അമേരിക്കൻ ജനതയ്ക്കിടയിൽ ട്രംപിന്റെ ജനപ്രീതി 42% ഇടിഞ്ഞതായി പുതിയ സർവേകൾ വ്യക്തമാക്കുന്നു. ഇന്ധനവില വർധനവിൽ ജനങ്ങൾ ട്രംപിനെയാണ് കുറ്റപ്പെടുത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രസംഗത്തിൽ വെടിനിർത്തൽ ചർച്ചകളെക്കുറിച്ചോ സമാധാന നീക്കങ്ങളെക്കുറിച്ചോ ട്രംപ് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇറാനെതിരെയുള്ള ആക്രമണം തുടരുമെന്ന് മാത്രമാണ് അദ്ദേഹം ആവർത്തിച്ചത്. ഇറാൻ 45,000 സ്വന്തം പൗരന്മാരെ കൊലപ്പെടുത്തിയെന്നും ലോകത്തെ ഏറ്റവും ക്രൂരമായ ഭരണകൂടമാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2020 അമേരിക്ക വധിച്ച ഇറാൻ ജനറൽ ഖാസിം സുലൈമാനെക്കുറിച്ചും ട്രംപ് സംസാരിച്ചു. റോഡരികിലെ ബോംബുകളുടെ പിതാവാണ് സുലൈമാനി എന്നും അദ്ദേഹം പരിഹസിച്ചു. സുലൈമാനി ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ സാഹചര്യങ്ങൾ മാറുമായിരുന്നുവെന്നും എന്നാൽ അപ്പോഴും അമേരിക്ക തന്നെ ജയിക്കുമായിരുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വൈറ്റ് ഹൌസിലെ ക്രോസ് ഹാളിൽ നടന്ന 18 മിനിറ്റ് നീണ്ട പ്രസംഗം കേൾക്കാൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് തുടങ്ങിയവർ എത്തിയിരുന്നു. ഇറാന്റെ സൈനിക ഇടപെടലുകളെ ശക്തമായി എതിർത്തിരുന്ന ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡും ചടങ്ങിൽ പങ്കെടുത്തു. ഇറാനെ സമ്മർദ്ദത്തിലാക്കി പുതിയൊരു കരാറിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ വലിയ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്.